സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫോർമേഷൻ റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി ഒരു കസ്റ്റം ബിൽഡ് ഫോർമേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആൻഡ് ജസ്റ്റ് ആ ഫോർമേഷൻ വെച്ചിട്ട് കുറച്ച് ഗെയിം പ്ലേ വിഷ്വൽസ് ഇത് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്ന ഫോർമേഷൻ്റെ ഒരു ക്വിക്ക് മിനി റിവ്യൂ എന്ന് വേണമെന്ന് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്തായാലും ഭാവിയിൽ അല്ലെങ്കിൽ പതിയെ വരും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ വരുന്നത്. ഇത് ബിഗിനേഴ്സ് നല്ലൊരു ഫോർമേഷൻ ആണ്. നോക്കി കളിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർമേഷൻ ആണ് ബിഗിനേഴ്സിനത്. റീസൺ പറയുകയാണെങ്കിൽ നോക്കി കളിക്കാമെന്നുള്ള ഉദ്ദേശിച്ചത് 3 സെൻറ്റർ ബാക്കാണ്, അത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ DMF ഉണ്ട്. ഇപ്പോൾ DMFനെ വെച്ചിട്ട് അഥവാ കയറി പോവാത്ത DMFനെ വെച്ചിട്ട് നിങ്ങൾ ബാക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോർമേഷൻ ആവും. റീസൺ ഒന്നുമില്ല, 3 CB ആകുമ്പോൾ റൈറ്റ് ബാക്കും ഇല്ല, ലെഫ്റ്റ് ബാക്കും ഇല്ല. ആ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഫ്രണ്ടിലായിട്ട് കിട്ടുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പ്ലേയേഴ്സ് അതപ്പോൾ ലെഫ്റ്റ് ബാക്കിൻ്റെയും റൈറ്റ് ബാക്കിൻ്റെയും പകരമാണ് നിങ്ങൾക്ക് മുകളിൽ കാണാം. ആ ലെഫ്റ്റ് ബാക്കിൻ്റെ റൈറ്റ് ബാക്കിൻ്റെ പകരമായിട്ടാണ് ഇതിൽ ഒരു CMFും എക്സ്ട്രാ, അതുപോലെ തന്നെ ഒരു AMFും എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഫ്രണ്ടിലോട്ട് അഥവാ ഗോൾ അടിക്കാനുള്ള ചാൻസ് കൂടും. മനസ്സിലായോ? മീൻസ് റാങ്ക് പുഷനൊക്കെ നല്ലൊരു ഫോർമേഷൻ ആണെന്ന് പറയാം. ബാക്ക് പൊട്ടാതെ നോക്കണം. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ 3 CB ഉണ്ട്, 1 DMF, 2 CMF, പിന്നെ ഒരു AMF, ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, ഇതിൽ പിന്നെ ഒരു CF ഉണ്ട്. പിന്നെ ഈ ഫോർമേഷൻ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് നോക്കേണ്ടത് നല്ല കിഡിലൻ പ്ലേയേഴ്സ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പിക്കാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പിക്കാണ്. വൺ ഡേ നമ്മുടെ എല്ലാവരും ഇതുപോലെ ആവും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റേറ്റിംഗ് ഉള്ള പ്ലെയറെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിലിപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് 108 ഇബ്രാഹിമോവിച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ ലെഫ്റ്റ് വിങ് ഫോർവേഡും ഉണ്ട്. ബാക്കിയൊക്കെ 107, 105, 108. കീപ്പർ 108 ഉണ്ട്. കീപ്പറുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയർ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്ലെയർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷന്. ഇതിലിപ്പോൾ സെൻറ്റർ ഫോർവേഡ് ഇതിലിപ്പോൾ ഒന്നാമതൊന്നും എടുത്ത് പറയാനല്ല. റീസൺ ഞാൻ ഈ പറയുന്ന പ്ലേയേഴ്സ് ഒന്നല്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഇബ്രാഹിമോവിച്ച്, അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഫെർണാണ്ടോ ടോറസോ അല്ലെങ്കിൽ പിന്നെ ഇതുണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞ പേര്? ബാറ്റിസ്റ്റൂട്ട അല്ല, മറന്നുടാ. ആ CF ഇല്ലേ, എന്താ പറഞ്ഞ പേര്? ഇന്ത്യക്ക് ഉണ്ടോനെ, ഇന്ത്യക്ക് എല്ലാവർക്കും ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നത്, നല്ല റണ്ണിങ് ഉണ്ട്. ബാറ്റിസ്റ്റൂട്ടാണ്, ബാറ്റിസ്റ്റൂട്ട് അല്ല, വേറെ ഏതോ പ്ലെയർ ആണ്. ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് എടുത്തരാം. ഗൈസിൻ്റെ ഈ ഫോണിലാവാനുള്ള ചാൻസ്. ഗൈസ് ഞാൻ മറന്നു, ആ പ്ലെയർ മറന്നു. അപ്പോൾ ഇതിൽ ഞാൻ പിക്ക് സൈഡിൽ കാണിക്കാം, ടൈം വേസ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, അതാണ് എന്താ ഇടേണ്ടത്. ഞാൻ ഒന്ന് എടുത്ത് അതിന് മാത്രം പറയാമല്ലോ, ജസ്റ്റ് ഈ ഫോർമേഷൻ നോക്കുക, കളിപ്പിക്കുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ്, ഈ ഫോർമേഷൻ നമുക്ക് ക്വിക്ക് കൗണ്ടറിലും അതുപോലെ തന്നെ പൊസിഷൻ ഗെയിമിലും ഒരുപോലെ കളിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ DMF ഒന്നും ഉണ്ടല്ലോ, വേണമെങ്കിൽ ബാക്ക് പൊട്ടാന്ന് കണ്ടു കഴിഞ്ഞാൽ മേലത്തെ CMF ഉണ്ട്, ജസ്റ്റ് ബാക്കിലോട്ട് ഇടാം. അപ്പോൾ ഇതിലിപ്പോൾ റൈറ്റ് വിങ് ഫോർഡിൻ്റെ നേരെ താഴെ CMFന് ജസ്റ്റ് താഴത്തേക്ക് ഇറക്കിയിട്ട് DMF ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ആക്കാം, ബാക്ക് പൊട്ടാണെങ്കിൽ മാത്രം. ഓക്കെ, പിന്നെ ഇതാണ് ഫോർമേഷന്. മെയിനായിട്ട് വീഡിയോ ലെങ്ത് ഇല്ലാത്ത നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചൊരു ഫോർമേഷനാണ്, അത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ടൈം ഇതിലിട്ട് ഇൻവോൾവ് ആകുമ്പോൾ അത്രയും വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്യുമ്പോൾ നോർമൽ ഒരു യൂസറിനെ കണ്ടാൽ മനസ്സിലാവും. ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക, നേരെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുക, ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഫോർമേഷൻ. എനിക്ക് ശരിക്കും ഫോർമേഷൻ റിവ്യൂ പറയാൻ അറിയില്ല. എനിക്ക് മനസ്സിലാവും എന്തെങ്കിലും. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോർമേഷൻ ബിൽഡാക്കിയിട്ട് എന്ത് ചെയ്യുക, കളിപ്പിച്ച് നോക്കുക. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനായിട്ട് വരും. മീൻസ് ഏത് ഭാഗത്താണ് എന്താ ബോക്സിന് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്താ ടാഗ്രമേനെ അവിടെ യൂസ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരും. ആദ്യം ഞാൻ ഇത് വെച്ച് കുറച്ച് മാജിക് കളിക്കട്ടെ. ഇത് വേർത്താണെങ്കിൽ മാത്രമാണ് അതിൻ്റെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.
നെക്സ്റ്റ് ബൈ സൈനിങ് ഔട്ട്.